പാവല്ലമ്മ, എപ്പോഴും എന്തെങ്കിലും വർത്താനം പറഞ്ഞ വല്യമ്മേ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നത് കാണുമ്പോ സങ്കടാവണ്. ഉറങ്ങണേന്റെ കുറച്ചേരം മുന്നും കൂടി ഇജ് എപ്പോഴാ വരികയെന്ന് ചോദിച്ചിട്ടുള്ളൂ. കോളേജിലേക്ക് ഇജ് പോയി കഴിഞ്ഞാ പിന്നെ ഇടക്കിടക്ക് ചോദിക്കും അനക്ക് അവിടെ പിന്നെ പ്രശ്നമൊന്നും പറഞ്ഞില്ലല്ലോന്ന്. പാപം. അല്ലെങ്കിലും വല്യമ്മക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹാണ് അല്ലമ്മ. വല്യമ്മക്ക് എല്ലാരോടും നല്ല സ്നേഹം തന്നെയാണ്. പിന്നെ ഇജ്ജി തറവാട്ടിലെ ആകെയുള്ളൊരു പെൺതരിയല്ലേ, മൂത്ത പെൺതരി. അതുകൊണ്ട് അന്നോടൊരു ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടെന്ന് മാത്രം. ഓള് മാത്രം പെണ്ണാണത്, ദുവമോളും ദുവമോളും വല്യമാന്റെ പേരക്കുട്ടി തന്നെയാണ്. പക്ഷെ ഓള് ഈ തറവാട്ടിലെ പേരക്കുട്ടിയല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഓള് ആരിസ്മാമന്റെ തറവാട്ടിത്തെ കുട്ടിയല്ലേ. അത് മാത്രല്ലമ്മ, അല്ലെങ്കിലും വല്യമ്മക്ക് ഇന്നോടന്നെ സ്നേഹം കൂടുതല്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും. തൽക്കാലം ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിച്ചോ, കെട്ടിച്ചു വിടണ വരെയല്ലേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഞാൻ അടുത്ത കാലത്തൊന്നും പോകൂല മനെ, ആ പൂതിയുടെ മനസ്സിൽ വെച്ചാ മതി. അല്ലമ്മ, ഈ ആൺകുട്ടികളെ മാത്രം എങ്ങനെ തറവാട്ടിലെ മക്കളാവണത്? അപ്പൊ ഈ പെൺകുട്ടികള് തറവാട്ടിലെ മക്കളല്ല? അങ്ങനല്ല പോത്തെ. ഒരു തറവാട്ടിലെ ആൺകുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴല്ലേ ആ അഡ്രസ്സിലുള്ള കുട്ടികളുടെ എണ്ണം കൂടി കൂടി പോണത്. അങ്ങനെയല്ലേ ഒരു തറവാടിന്റെ പാരമ്പര്യം കുറേയായി മാറുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങള് മൂന്നാളും ഉപ്പാന്റെ അഡ്രസ്സിലല്ലേ, ഇന്റെ അഡ്രസ്സിലല്ലല്ലോ. അങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ചേർന്നയച്ചു കഴിഞ്ഞാല് ഓൽക്കുണ്ടാവണ കുട്ടികള് ഓല ഭർത്താക്കന്മാരുടെ അഡ്രസ്സിലാവൂല ഉണ്ടാവുക. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഉപ്പാടെ അഡ്രസ്സില്, ദുവമോള് ആരിസമാമന്റെ അഡ്രസ്സില്. അതുപോലെ ഇനിയിപ്പോ നാളെ മറ്റന്നാ അനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതെന്റെ പുതിയാപ്പിള അഡ്രസ്സിലാവും. ഇതൊന്നും ഇപ്പൊ അത്ര ശരിയല്ല. അല്ലെ നിങ്ങൾ നോക്കി, എവിടെ അഡ്രസ് എഴുതാണെങ്കിലും സൺ ഓഫ് ഡോട്ടർ ഓഫ് എന്ന് പറയുമ്പോ അവിടെ പപ്പാരെ പേരെ ഇരിക്കും. ഇതിപ്പോ പെണ്ണുങ്ങൾക്ക് സ്വന്തം അഡ്രസ്സിൽ മക്കളെ വളർത്താൻ പറ്റൂല എന്ന് പറഞ്ഞാ അന്നോട് വർത്താനം പറഞ്ഞാലേ ഇക്ക് ഭ്രാന്താവും. ഇജ്ജ് കുളിച്ചിട്ട് വേണമെങ്കിൽ വന്നിട്ട് വല്ലതും തിന്നാ. വെല്ലിമെന്തലും തിന്നിക്കണമ്മ? ഇന്ന് കാര്യമായിട്ട് ഒന്നും തിന്നിട്ടില്ല. കുറച്ച് കഞ്ഞി വെച്ച് കൊടുത്തപ്പോ അതൊന്ന് കുടിച്ചീന്ന് വരുത്തിയെന്നേ ഉള്ളൂ. ഈ ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. എന്തായാലും വന്നത് പെട്ടെന്ന് അങ്ങോട്ട് മാറി കിട്ടിയാൽ മതിയായിരുന്നു.